ഉപ്പാന്റെ അടുത്തേക്ക് വന്നു. ഉപ്പാന്റെ അടുത്തേക്ക് കൊണ്ട് കൊടുത്തതാ ഉപ്പ സ്വർഗത്തിലെ മണ്ണ്. അപ്പോഴാണ് ഉപ്പ ചോദിക്കുന്നു, മോനെ ഇത് എവിടുന്നാണ്? എവിടുന്നാ കൊണ്ടുവന്നത്? എന്റെ ഉമ്മാടെ കാലിന്റെ ചുവട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്. ആ മകൻ പറയുമ്പോ ആ പൊന്നുമേൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ലുഖ്മാനുൽ ഹകീമങ്ങൾ പറയുന്നു, പൊന്നുമേരെ ശരി തന്നെയാണ് മകനെ, നീ എടുത്ത മണ്ണുണ്ടല്ലോ സ്വർഗത്തിലെ മണ്ണ് തന്നെയാ. അതുകൊണ്ട് പൊന്നുമേരെ ഉമ്മാനെ മാത്രമല്ലടാ ഉപ്പായുകളിൽ പെട്ടതാണെന്ന് മകനോട് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ മാതാവിന്റെ അവസ്ഥ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വന്നുപോയല്ലോ എന്നോർത്താ നമുക്ക് സങ്കടം. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വന്നുപോയല്ലോ എന്നോർത്ത സങ്കടം. ചില ചെറുപ്പക്കാരന്മാർ ബൈക്ക് വാങ്ങിയതില്ലെങ്കിലോ എന്തിന്റെങ്കിലും ഒരു നിർബന്ധത്തിന്റെ പേരിൽ മാതാവിനെ വിളിക്കുന്ന ചീത്തയ്ക്ക് തെറിക്ക് കണക്കില്ല. എത്ര സഹോദരിമാരാണ്. പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ, ഇന്നത്തെ കാലത്ത് ആ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് എന്റെ പറഞ്ഞതെന്താ, എന്റെ ഭാര്യ ഇന്ന് ഭാര്യയുടെ വീട്ടിലാണ്, ഒരു മകനുണ്ട്. ഗൾഫിൽ നിന്നും ഞാൻ വന്നിട്ട് 3 മാസമായി. 2-3 ദിവസം ഞാൻ അവളുടെ കൂടെ. എന്റെ ഉമ്മാനെ നോക്കാൻ പാടില്ല എന്ന് ബഹളം വെച്ച് അവൾ അവിടെ വീട്ടിൽ പോയി. എന്റെ വീട്ടിന്റെ അടുത്ത് വീടുണ്ട്, മച്ച അവിടെ വന്നാൽ താമസിക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഉസ്താദെ എന്റെ ഉമ്മയും കളഞ്ഞിട്ട് അവിടെ പോയി 2-3 ദിവസം കൊണ്ട് എന്റെ മകനെ ഞാൻ അടുത്ത് താലോലിച്ചു. അപ്പോൾ അവൾ എന്നെ ഇറക്കി വിട്ടു, നീ പൊക്കോ, പോയി പണി വയ്ക്കോ. ഇറക്കി വിട്ടു. കാരണം ആരാ സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇന്ന് അമ്മായിമാരെ ഭരിക്കുന്ന മരുമക്കളുടെ കാലമല്ല. ഉണ്ടാകാം, ചേഞ്ച് ആവുന്നത്. കാലം ഇങ്ങനെ അതിശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോഡേണും പോയിട്ട് പോസ്റ്റ് മോഡേണിസം ആയല്ലോ. അങ്ങനെ വരുമ്പോ ടെക്നിക്കൽ യുഗമാകുമ്പോ കുറച്ചെങ്കിലും മാറ്റം വേണ്ടേ? മരുമകനെ കൊണ്ടുള്ള ശല്യം അമ്മായിക്കുന്ന കുറവാ. പിന്നെ എങ്ങനെയാ ബുദ്ധിമുട്ടുള്ളത്? ഭാര്യയുടെ അമ്മായി. ചിന്തിച്ചു നോക്കിയേ, ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ച് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മാനെ കൊണ്ട് ഉണ്ടെങ്കിൽ പാടില്ല, നമുക്കൊന്ന് പൊരുത്തപ്പെടാം, ഭർത്താവിന്റെ ഉമ്മയല്ലേ. ഇത് ആണത്തമുള്ള ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഭാര്യയുടെ ഉമ്മയിൽ നിന്നാകുമ്പോ അതേ കുടുംബ കോടതികളിൽ 1-2 ആവശ്യത്തിന് ഞാൻ പോകേണ്ടി വന്നപ്പോ, പ്രിയമുള്ള സഹോദര, എന്റെ ആവശ്യമല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ എന്റെ സുഹൃത്തിന്റെ 1-2 ആവശ്യങ്ങൾക്ക് വക്കീലിനെ കാണാൻ വേണ്ടി പോയപ്പോ സാന്ദർഭികമായി ഞാനെന്ന് പറയട്ടെ, നമ്മൾ അസീസിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരിക്കൽ പോയി. അപ്പോഴും വക്കീൽ അവിടെയായിരുന്നു. അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നു. നമ്മൾ അസീസിയ എന്ന് പറഞ്ഞ സുന്ദരമായ സ്ഥാപനം. അവിടുത്തെ ഉസ്താദ് നോക്കിയാണ് തങ്ങളെ പിരി പറയണമെന്ന് പറഞ്ഞു. ആരുടെയും സഹായമില്ലാതെ സുന്ദരമായി നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. 7-8 വർഷമായിട്ട് അൽഹംദുലില്ലാഹ് സ്വന്തമായി അഹങ്കാരമല്ല, അഭിമാനത്തോടു കൂടി അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് നടത്തി. ഇപ്പോ ചെലവ് കൂടി ഇപ്പൊ കൈ നിൽക്കാതെ വന്നു. ഇതൊരു പക്ഷേ 3ാമത്തെ സ്റ്റേജായിരിക്കും ഞാൻ പറയുന്നത്. ഇതുവരെ ഞാൻ ഒരു സ്റ്റാസിലും അസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ നേരത്തെ പ്രസംഗിച്ചൊരു മകനില്ലേ, അവനിന്ന് 4-5 പരിപാടികളുണ്ട്. 13 വയസ്സായ പയ്യൻ, ആദ്യം പ്രസംഗിച്ച പയ്യൻ. അപ്പോ അതുപോലെ ഇസ്സത്തുള്ള മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി ശത്രുക്കളുടെ നടുക്ക് തുടങ്ങിയ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഇപ്പോഴൊന്നും തരണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഇവിടത്തേക്ക് കൊണ്ട് തന്നാൽ മതി. നമ്മളെ മക്കളെ കയ്യിൽ കാർഡുണ്ട്, അത് വാങ്ങിച്ചു വെച്ചിട്ട് അയച്ചു തരികയോ നമ്മളെ ഉസ്താദിനെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ, നമ്മളെ ഉസ്താദിനെ ഗദീർ ഉസ്താദിനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ കൊണ്ടു തന്നെ വരും. സഹോദരിമാരെ ആരെങ്കിലും ഒരു മാസം വരിയായിട്ട് എന്തെങ്കിലും 100 രൂപ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറ്റുമെങ്കിൽ പറയുക. അതൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരിമാരെ, മനസ്സിലാക്കേണ്ടത്, അമ്മായിമാര് കുറച്ചു കഴിയുമ്പോൾ മോളെടുത്ത് ഉപദേശിക്കുന്നു, നീ പതുക്കെ അവനെ ഊരിക്കൊണ്ടിഞ്ഞ് പോര്. കാരണം അവന്റെ പൈസ മതി. മറിച്ച് അവന്റെ പൈസ കടിച്ച് പറിച്ച് തിന്നുമ്പോ, ശവം തിന്നുന്ന പട്ടിയെ പോലെ തിന്നുമ്പോ, അവൻ എത്രയും വളർത്തി പോറ്റി വലുതാക്കി നിനക്ക് സമ്പാദിച്ചു തരാനുള്ള ആരോഗ്യം കൊടുത്ത ഉമ്മാനെ